എന്നാൽ സാധാരണ ബാങ്ക് നിക്ഷേപങ്ങളിൽ ഈ ഇൻഷുറൻസ് പരിധി ഒരു ബാങ്കിലെ ഒരു നിക്ഷേപകന് ആകെ 5 ലക്ഷം രൂപ വരെയാണ്. ബാങ്കിൽ FD ഇടുമ്പോൾ സുരക്ഷയാണ് ആദ്യം നോക്കുന്നത്, പിന്നെ കിട്ടുന്ന പലിശയും. പക്ഷേ ബാങ്ക് FDയേക്കാൾ കൂടുതൽ പലിശ ലഭിക്കുന്ന ഒരു സർക്കാർ നിക്ഷേപ മാർഗം കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വർഷങ്ങളായി നമ്മുടെ മുൻപിലുള്ള ഒരു സംവിധാനമാണിത്. പക്ഷേ പലരും ഇതിനെ ഒരു നിക്ഷേപ അവസരമായി ഇപ്പോഴും കാണുന്നില്ല. ഇപ്പോൾ ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2026 ആഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 30 വരെ പ്രത്യേക നിക്ഷേപ സമാഹരണ പദ്ധതിയുടെ ഭാഗമായി ഉയർന്ന പലിശ നിരക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഉയർന്ന പലിശ എല്ലാവർക്കും ഒരുപോലെയല്ല. ആർക്കാണ് കൂടുതൽ പലിശ ലഭിക്കുക? ബാങ്ക് FDയുമായി താരതമ്യം ചെയ്യുമ്പോൾ യഥാർത്ഥ നേട്ടം എന്താണ്? പലിശയ്ക്ക് നികുതി എങ്ങനെ വരും? ഇതെല്ലാം നോക്കാം. തുടരുക. നമ്മൾ പറയുന്നത് കേരള ട്രഷറി ഫിക്സഡ് ഡിപ്പോസിറ്റിനെ കുറിച്ചാണ്. പേര് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം ഓർമ്മ വരുന്നത് സർക്കാർ ഓഫീസും പെൻഷനും ബില്ലടക്കലുമൊക്കെയാണ്. പക്ഷെ കേരള ട്രഷറി സ്ഥിര നിക്ഷേപം നടത്താനും സാധിക്കും. ഇപ്പോൾ 2026 ആഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 30 വരെ പുതിയ സ്ഥിര നിക്ഷേപങ്ങൾക്ക് പ്രത്യേക നിക്ഷേപ സമാഹരണ പദ്ധതിയുടെ ഭാഗമായി ഉയർന്ന പലിശ നിരക്കാണ് ലഭിക്കുന്നത്. 2 വർഷമോ അതിൽ കൂടുതലോ കാലയളവിലേക്ക് ഈ പ്രത്യേക കാലയളവിൽ പുതിയ നിക്ഷേപം നടത്തുന്ന മുതിർന്ന പൗരന്മാർക്ക് 8% വരെയും, പൊതുജനങ്ങൾക്ക് 7.75% വരെയും, സ്ഥാപനങ്ങൾക്ക് 7.65% വരെയുമാണ് പലിശ ലഭിക്കുക. എന്നാൽ ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. 8% എന്നത് എല്ലാവർക്കുമുള്ള നിരക്കല്ല, മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് 8%. പൊതുജനങ്ങൾക്ക് 7.75%. അതുകൊണ്ട് സ്വന്തം പ്രായവും നിക്ഷേപ കാലയളവും കണക്കിലെടുത്താണ് ഇത് വിലയിരുത്തേണ്ടത്. ചെറിയ കാലയളവിലേക്ക് 7.75% ലഭിക്കുന്നു എന്നത് പ്രധാനമാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ബാങ്കിൽ FD ഇടുന്നതും ട്രഷറിയിൽ FD ഇടുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ബാങ്ക് നിക്ഷേപങ്ങൾക്ക് DICGC ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. എന്നാൽ സാധാരണ ബാങ്ക് നിക്ഷേപങ്ങളിൽ ഈ ഇൻഷുറൻസ് പരിധി ഒരു ബാങ്കിലെ ഒരു നിക്ഷേപകന് ആകെ 5 ലക്ഷം രൂപ വരെയാണ്. ട്രഷറി നിക്ഷേപത്തിന്റെ കാര്യത്തിൽ സുരക്ഷയുടെ സ്വഭാവം വ്യത്യസ്തമാണ്. ഇത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയുമായി ബന്ധപ്പെട്ട സർക്കാർ നിക്ഷേപമാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന നിക്ഷേപകർക്ക് ട്രഷറി ഒരു ശ്രദ്ധേയമായ ഓപ്ഷനാണ്. പക്ഷേ സുരക്ഷ മാത്രം നോക്കി നിക്ഷേപിക്കരുത്. പണം എത്ര കാലത്തേക്ക് മാറ്റിവെക്കാം, പലിശ എങ്ങനെ ലഭിക്കും, നികുതി എങ്ങനെ വരും, ഇവയും മനസ്സിലാക്കണം. പലിശ എങ്ങനെ ലഭിക്കും? ട്രഷറി FDയുടെ മറ്റൊരു പ്രത്യേകത പലിശ ലഭിക്കുന്ന രീതിയാണ്. നിക്ഷേപത്തിന്റെ നിബന്ധനകൾ അനുസരിച്ച് ലഭിക്കുന്ന പലിശ TSB അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിനാൽ സ്ഥിരമായി വരുമാനം ആവശ്യമുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. ഉദാഹരണത്തിന് ഒരു തുക നിക്ഷേപിച്ച് അതിൽ നിന്നുള്ള പലിശ റെഗുലർ ഇൻകം ആയി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആ പലിശ വീണ്ടും നിക്ഷേപിച്ച് പണത്തിന്റെ വളർച്ച കൂട്ടാനും കഴിയും. ഇവിടെയാണ് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഉപയോഗിക്കാവുന്നത്. കയ്യിലുള്ള മുഴുവൻ പണവും ഒരു FDയിൽ മാത്രം ഇടുന്നതിന് പകരം വ്യത്യസ്ത കാലയളവിൽ വിഭജിച്ച് നിക്ഷേപിക്കുന്ന FD ലാഡറിംഗ് സ്ട്രാറ്റജി പരിഗണിക്കാം. ഉദാഹരണത്തിന് ഒരു ഭാഗം 1 വർഷത്തേക്ക്, മറ്റൊരു ഭാഗം 2 വർഷത്തേക്ക്, മറ്റൊരു ഭാഗം 3 വർഷത്തേക്ക്. ഇതിന്റെ ഗുണം എന്താണ്? മുഴുവൻ പണവും ഒരേ സമയം ലോക്ക് ചെയ്യേണ്ടി വരില്ല. അടുത്ത കാലത്ത് പണം ആവശ്യമുണ്ടായാൽ ഒരു ഭാഗം മെച്യൂരിറ്റി ആകുന്ന രീതിയിൽ ക്രമീകരിക്കാം. അതേസമയം തന്നെ ലഭിക്കുന്ന പലിശ വീണ്ടും നിക്ഷേപിക്കാനും സാധിക്കും. ഇനി പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം, ട്രഷറി FDയിൽ TDS പിടിക്കുന്നില്ല എന്നത് പലിശയ്ക്ക് നികുതിയില്ല എന്നല്ല. ഇത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ പലിശ വരുമാനം നിങ്ങളുടെ മൊത്തം ടാക്സബിൾ ഇൻകമിന്റെ ഭാഗമായേക്കാം. നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് ആവശ്യമായ നികുതി ബാധ്യത ഉണ്ടാകാം. അതുകൊണ്ട് TDS ഇല്ല, അതിനാൽ ടാക്സ് ഇല്ല എന്ന് ഒരിക്കലും കരുതരുത്. ആവശ്യമായാൽ ITR സമർപ്പിക്കുമ്പോൾ ഈ പലിശ വരുമാനം കൃത്യമായി റിപ്പോർട്ട് ചെയ്യാം. ആർക്കാണ് ഇത് കൂടുതൽ അനുയോജ്യം? ഒന്നാമതായി നിക്ഷേപ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നവർ. രണ്ടാമതായി സ്ഥിരമായ പലിശ വരുമാനം ആഗ്രഹിക്കുന്നവർ. മൂന്നാമതായി കുറഞ്ഞ റിസ്കിൽ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന മുതിർന്ന പൗരന്മാർ. നാലാമതായി ബാങ്ക് FDകൾക്ക് പുറമെ മറ്റൊരു സർക്കാർ പിന്തുണയുള്ള നിക്ഷേപ മാർഗം കൂടി പരിഗണിക്കാൻ ആഗ്രഹിക്കുന്നവർ. പക്ഷേ അടിയന്തരമായി ആവശ്യം വരാൻ സാധ്യതയുള്ള മുഴുവൻ പണവും ഇവിടെ നിക്ഷേപിക്കുന്നത് നല്ല ആശയമല്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ:
ഒരു നിക്ഷേപത്തിലും കണ്ണടച്ച് പണമിടരുത്. കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് പണം പിൻവലിക്കുമ്പോൾ ബാധകമായ നിബന്ധനകളും പെനാൽറ്റികളും ആദ്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ 7.75% അല്ലെങ്കിൽ 8% എന്ന നിരക്ക് ഏത് കാലയളവിലെ നിക്ഷേപത്തിനാണ് ബാധകമെന്ന് ഉറപ്പാക്കണം. പ്രത്യേക നിക്ഷേപ സമാഹരണ പദ്ധതി 2026 ആഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 30 വരെ എന്ന നിശ്ചിത കാലയളവിലാണ്. അതിനാൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ ഔദ്യോഗിക നിരക്കുകളും നിബന്ധനകളും നിർബന്ധമായി പരിശോധിക്കണം. ബാങ്ക് എഫ്ഡിക്ക് പകരം എല്ലാവരും ട്രഷറിയിലേക്ക് മാറണം എന്നല്ല. നിക്ഷേപത്തിന്റെ ലക്ഷ്യം, കാലാവധി, പണത്തിന്റെ ആവശ്യകത, നികുതി ബാധ്യത, റിസ്ക് എടുക്കാനുള്ള താല്പര്യം എന്നിവയെല്ലാം പരിഗണിച്ചാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ബാങ്ക് എഫ് ഡി മാത്രമാണ് സുരക്ഷിതമായ നിക്ഷേപ മാർഗം എന്ന് കരുതുന്നവർക്ക് കേരള ട്രഷറി ശ്രദ്ധേയമായ മറ്റൊരു ഓപ്ഷൻ കൂടിയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ 2026 ആഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡ്രൈവ് എവിടെ നിക്ഷേപിക്കണം എന്ന് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പലിശ മാത്രം നോക്കാതെ സുരക്ഷയും ലിക്വിഡിറ്റിയും കൂടി നോക്കുക.